പ്രിയമുള്ളവരെ, ഈ കഴിഞ്ഞ ദിവസം കുവൈറ്റിൽ കൊല്ലപ്പെട്ട ദമ്പതികളായിട്ടുള്ള സൂരജ് ബിൻസി എന്നിവരുടെ മരണം ലോകത്തുള്ള മുഴുവൻ മലയാളികളെയും പരിഭ്രാന്തപ്പെടുത്തിയിട്ടുണ്ട്. വളരെ നന്നായി ജീവിച്ചുകൊണ്ടിരുന്ന അവർ വളരെ പെട്ടെന്ന് കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ മരിക്കുകയോ ചെയ്തു. എന്താണെന്ന് വസ്തുത നമുക്കറിയില്ല. എന്താണെങ്കിലും കുവൈറ്റ് പോലീസ് അത്തരം കാര്യങ്ങൾ പുറത്തു പറയുന്നതിന് വരെ നമുക്ക് ഒരു നിരീക്ഷണവും നടത്തുന്നത് ശരിയല്ല. ഞാൻ ഇതിനെപ്പറ്റി അറിയുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ഒരു ഫേസ്ബുക്ക് ഫ്രണ്ടായിട്ടുള്ള ജിൽസ് ഇരട്ടി എന്ന് പറഞ്ഞ ഒരു സുഹൃത്തിനെ വിളിച്ചു, ഇരട്ടിയിലുള്ള. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് കുറച്ചുകൂടെ അപ്പുറേ 40 കിലോമീറ്റർ അകലെ മാനത്തോട്ടം അങ്ങനെയാണ് പറഞ്ഞ സ്ഥലമാണ്. അവിടെയാണ് ഈ സൂരജിന്റെ വീട്. എനിക്ക് അവിടെ ഒരു സുഹൃത്തുണ്ട്, ഈ സൂരജിന്റെ പരിചയക്കാരനായിട്ടൊരു സുഹൃത്തുണ്ട്. അദ്ദേഹത്തോട് വിളിച്ച് ഞാൻ ചോദിച്ചിട്ട് വിവരങ്ങൾ പറയാം എന്ന് പറഞ്ഞു. എന്തായാലും അദ്ദേഹം വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഈ സൂരജ് എന്ന് പറയുന്നത് വളരെ ശാന്തനായ മര്യാദക്കാരനായിട്ടുള്ള ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ അത്യാവശ്യം പൈസയൊക്കെ ഉണ്ട്. അതുപോലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ അധ്യാപകരൊക്കെയുള്ള കുടുംബമാണ്. അതുകൊണ്ട് അവരത്ര സാമ്പത്തികമായി മോശക്കാരൊന്നുമല്ല. അതുകൊണ്ട് ഇദ്ദേഹത്തെ പഠിപ്പിക്കാൻ ഈ ബിൻസി പൈസ കൊടുത്തു എന്നൊക്കെ പറയുന്നതിൻ്റെ അകത്ത് വലിയ വസ്തുത ഉണ്ടെന്ന് തോന്നുന്നില്ല. അതുപോലെ ചെറുപ്പം മുതൽ ഇവർക്കറിയാം, ഇവര് അവിടെ കളിച്ചും ചിരിച്ചും പന്ത് കളിച്ചുമൊക്കെ നടന്ന ആളുകളാണ്. അപ്പൊ ഇദ്ദേഹത്തെ സംബന്ധിച്ച ഒരു മോശമായ അഭിപ്രായം അദ്ദേഹത്തിന് ഇല്ല. ഇദ്ദേഹം വളരെ നല്ല നല്ല ചെറുപ്പക്കാരനാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ആ ഓഡിയോ ഞാൻ കേട്ടതാണ്. ഇതില് ഇദ്ദേഹം പറയുന്ന ഈ സൂരജിന്റെ സുഹൃത്ത് പറയുന്നത്, ഇവൾക്കൊരു എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് ഉണ്ടായിരുന്നു. അതിന്റെ അത് ഇവൻ കണ്ടെത്തുകയും അതിനെ തുടർന്നുണ്ടായ പ്രശ്നമാണിത് എന്നാണ് പറഞ്ഞത്. ഇത് യഥാർത്ഥത്തിൽ പെട്ടെന്ന് സഡൻ പ്രൊവോക്കേഷനിലേക്ക് പോകാൻ ഉണ്ടായ കാരണം അതാണ് എന്നാണ് ഇവൻ പറഞ്ഞത്. നമുക്ക് വസ്തുത അറിയില്ല. നമുക്ക് എന്താണെങ്കിലും ഇതിന്റെ യഥാർത്ഥ സത്യങ്ങൾ പുറത്തു വരട്ടെ. അത് പോലീസ് പുറത്തു കൊണ്ടുവരുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി പറയാം. പക്ഷെ ഞാൻ ഇതിനെ വ്യത്യസ്തമായ ഒരു വീക്ഷണത്തിലാണ് കാണുന്നത്. നമ്മൾ ഇപ്പൊ ന്യൂക്ലിയസ് ഫാമിലിയാണ് എല്ലാ സ്ഥലത്തും. ഒരു ഭാര്യയും ഭർത്താവും 2 കുട്ടികളും വിദേശങ്ങളിലൊക്കെ ജീവിക്കുന്ന ആളുകൾ. അവരുടെ ആകെയുള്ള സ്വകാര്യ സംഭാഷണങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ അടുത്ത സുഹൃത്തുക്കളുമായിട്ടാണ്. അത് തന്നെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഇടയിലുള്ള സംഘർഷങ്ങളെ സംബന്ധിച്ച് മറ്റാർക്കും അറിയത്തില്ല. ഇത് വലിയ പൊട്ടിത്തെറിയിലേക്ക് പലപ്പോഴും പോകാറുണ്ട്. ഇപ്പൊ ഞാൻ യു കെയിലാണ് സംസാരിക്കുന്നത്. യു കെയില് ഈ അടുത്ത കാലത്ത് ഒരു 2 കുട്ടികളെ ഭാര്യയും കൊന്നിട്ട് ഒരാളെ പോലീസ് കസ്റ്റഡിയിലാണ് ഇപ്പം. അതുപോലെ തന്നെ മറ്റൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ലണ്ടനില് ഒരു തൃശ്ശൂർ സ്വദേശിയായിരുന്നു. അദ്ദേഹം 2 കുട്ടികളെയും ഭാര്യയും കൊന്നിട്ട് പോയി തൂങ്ങി മരിച്ചു. അതുപോലെ ഡിവോഴ്സായി താമസിക്കുന്ന മലയാളി കുടുംബങ്ങൾ എമ്പാടും ഇവിടെയുണ്ട്. അതിന്റെ കാരണങ്ങൾ എന്ന് പറയുന്നത്, അപ്പൊ ഇതിന്റെ ഒരു പ്രതിസന്ധിയെ പറ്റി, ഇത്തരം വരുന്ന പ്രതിസന്ധികളെ നമ്മൾ എങ്ങനെ തരണം ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു സംഭാഷണമാണ് ഞാൻ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഇവിടെ ഈ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നു. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഭാര്യയോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബമോ നമ്മുടെ ഒരു പ്രോപ്പർട്ടി അല്ല. അവരെല്ലാം ഹ്യൂമൻ ബീങ്സ് ആണ്. എല്ലാത്തരം ഇമോഷൻസും ഉള്ള, എല്ലാത്തരം വികാരങ്ങളുമുള്ള ജീവികളാണ്. കുട്ടികളാണെങ്കിലും ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും. അപ്പൊ ഇവിടെ ഈ ഭാര്യയും ഭർത്താവും എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു കോൺട്രാക്റ്റാണ്. ഈ കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻസിനെ സംബന്ധിച്ചും ഹിന്ദുക്കളെ സംബന്ധിച്ചും അതൊരു റിലീജിയസ് കമ്മിറ്റ്മെന്റ് കൂടിയാണ്, അല്ലെങ്കിൽ സ്പിരിച്വൽ കമ്മിറ്റ്മെന്റ് കൂടിയാണ്. അതേസമയത്ത് മുസ്ലിങ്ങളെ സംബന്ധിച്ചുള്ള ഒരു കോൺട്രാക്ട് മാത്രമാണ്. അപ്പൊ നമ്മൾ ഈ കോൺട്രാക്ട് വയലേറ്റ് ചെയ്യപ്പെട്ടാൽ, ഒരാൾ നമ്മളുമായിട്ടൊരു കോൺട്രാക്ട് വയലേറ്റ് ചെയ്താൽ എന്ത് ചെയ്യും? നമ്മൾ ആ കോൺട്രാക്ട് ഡ്രോപ്പ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ അതിന് നഷ്ടത്തിന് വേണ്ടി കേസിന് പോകും. അതാണ് ചെയ്യുന്നത്. ഇവിടെ അതിനപ്പുറത്തേക്ക് നമ്മൾ ഈ മാര്യേജ് എന്ന് പറഞ്ഞ കുടുംബം എന്ന് പറഞ്ഞ കോൺട്രാക്റ്റിന് നമ്മളൊരു പ്രാധാന്യം കൊടുക്കുന്നു. അവിടെയാണ് ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് ഇപ്പോൾ ഒരു കോൺട്രാക്ട്, ഇപ്പോൾ ഭാര്യയും ഭർത്താവുമായിട്ടുള്ള ഒരു കോൺട്രാക്ട് വയലേഷൻ ഉണ്ടായി, അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് ഉണ്ടായി എന്ന് വെക്കുക. അപ്പൊ അവിടെ ചെയ്യേണ്ട കാര്യം എന്താണ്? ആ കോൺട്രാക്ടിന്റെ വയലേഷനാണ് നടന്നിരിക്കുന്നത്. പിന്നെ സ്പിരിച്വൽ കമ്മിറ്റ്മെന്റ്. നമ്മളിപ്പോ ഒരാള് ദൈവികമായി പറഞ്ഞിട്ടുള്ള ഒരു കൽപ്പന അനുസരിക്കുന്നില്ല എന്നുള്ളതിലേക്ക് അവനെ കൊല്ലാൻ പോകുന്നുണ്ടോ? ഇല്ലല്ലോ. അതുപോലെ തന്നെ ഈ കോൺട്രാക്ടിന്റെ വയലേഷൻ ഉണ്ടായെന്നോർത്ത് നമ്മളെ ഒരാളെ കൊല്ലാൻ പോകുന്നുണ്ടോ? ഇല്ലല്ലോ. അതുപോലെ തന്നെയാണ് ഫാമിലി എന്ന് പറയുന്നതും ഒരു കോൺട്രാക്ടിന്റെ അടിസ്ഥാനത്തിൽ സർവൈവിങ്ങിന് വേണ്ടി
അതുപോലെ തന്നെ നമ്മൾ പ്രൊക്രിയേഷന് വേണ്ടി ഉണ്ടായിട്ടുള്ള സൊസൈറ്റിയെ നിലനിർത്തുന്നതിന് വേണ്ടി പ്രപഞ്ചത്തിൽ മനുഷ്യ സമൂഹത്തെ നിലനിർത്തുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു കോൺട്രാക്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ മാത്രമാണ്. ആ ഇൻസ്റ്റിറ്റ്യൂഷനായി അപ്പുറത്തേക്ക് നമ്മൾ ഈ കൺസർവേറ്റീവുകളായിട്ടുള്ള മതാധിഷ്ഠിത ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുന്ന മൊണോഗമി സ്ട്രിക്റ്റായി പ്രാക്ടീസ് ചെയ്യുന്നെന്ന് പറയുന്ന ചില ബോധങ്ങൾ, അത് നമ്മളെ ഈ മതങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. മൊണോഗമി പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ്. അത് മൊണോഗമി പ്രാക്ടീസ് ചെയ്യുന്ന കുടുംബങ്ങളാണ് കുറച്ചുകൂടെ ഭേദമായിട്ടുള്ളത്, അതിലൊന്നും എനിക്ക് തർക്കമില്ല. അങ്ങനെ മൊണോഗമി, അതായത് ഏകഭാര്യ ഭർത്തൃത്വ ബന്ധത്തിൽ മുമ്പോട്ട് പോകുന്ന സിസ്റ്റമാണ് നല്ലത്. പക്ഷെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിനപ്പുറത്തേക്ക് പോകുന്ന മനുഷ്യരുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കണം. അങ്ങനെ യാഥാർത്ഥ്യം മനസ്സിലാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു കോൺട്രാക്ട് ബ്രേക്ക് ചെയ്താൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ആ കോൺട്രാക്ട് ഒഴിവാക്കുക, അവരെ സ്വതന്ത്രമായി പരസ്പരം ജീവിക്കാൻ അനുവദിക്കുക, കൊല്ലുകയല്ല ചെയ്യേണ്ടത്. ഞാൻ പല ഇംഗ്ലീഷുകാരും എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളോട് സംസാരിച്ചിട്ടുണ്ട്, എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരോട്. ഇത്തരം ഒരു സാഹചര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിലൊരാൾ മാത്രം പറഞ്ഞു, ഞാൻ അവൻ്റെ വൈഫിനൊരു എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് ഉണ്ടായിരുന്നു, അവനെ ആക്രമിക്കണം എന്ന് എനിക്ക് തോന്നിയിരുന്നു. പക്ഷെ ഞാൻ പിന്നെ ചിന്തിച്ചപ്പോൾ എന്തിനു ഞാൻ ആക്രമിക്കുന്നു എന്ന് ഞാൻ ചിന്തിച്ചു. അവളെ ഡിവോഴ്സ് കൊടുത്തു വിട്ടു, പരസ്പരം പിരിഞ്ഞു, പിന്നെ വല്ലപ്പോഴുമൊക്കെ സംസാരിക്കാറുമുണ്ട് എന്നാണ് എന്നോട് ഒരാൾ പറഞ്ഞത്, ഒരു ഇംഗ്ലീഷുകാരൻ പറഞ്ഞു. പലരും ചെയ്യുന്നത്, ഈ ഇംഗ്ലീഷ് സമൂഹത്തിലൊക്കെ ചെയ്യുന്നത്, അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി കഴിഞ്ഞാൽ പരസ്പരം സംസാരിക്കുന്നു. പരസ്പരം സംസാരിച്ചാൽ അവരുടെ സ്വത്തുക്കൾ, ഇത്ര സ്വത്തുക്കൾ, അത് നിന്റെ സ്വത്തുക്കൾ ഇത്രയുണ്ട്, എന്റെ സ്വത്തുക്കൾ, അല്ലെങ്കിൽ ആ സ്വത്ത് വിഭജനത്തിൽ എന്തെങ്കിലും ഒരു ഡിസ്പാരിറ്റി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചെയ്യുന്നത് കോടതിയെ സമീപിക്കുന്നു, ആ പ്രശ്നം അവിടെ വെച്ച് പരിഹരിക്കുന്നു. കുട്ടികൾക്ക് വേണ്ടിയുള്ള കുട്ടികളെ ആര് സംരക്ഷിക്കുന്നു അവർക്ക് കോടതി നിയമം അനുസരിച്ചുള്ള പൈസകൾ കൊടുക്കുന്നു. അങ്ങനെ ഒഴിവായി പോകുന്നു ആണ് ചെയ്യുന്നത്. അത് നാച്ചുറലായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ് ഇംഗ്ലീഷ് സമൂഹത്തിലൊക്കെ. അതുകൊണ്ട് ഇത്തരം കൊലപാതകങ്ങൾ ഇവിടെ ഉണ്ടാകുന്നില്ല. അതിന്റെ കാരണം അവർ ആ മതാധിഷ്ഠിത ബോധത്തിൽ നിന്ന് കുറച്ചുകൂടെ പ്രായോഗികമായി ചിന്തിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. ഇപ്പൊ ഈ സൂരജ് എന്ന് പറയുന്ന ആള് ഈ ബിൻസിയെ കൊന്നോ അതിന്റെ അറിയത്തില്ല കേട്ടോ, അയാളാണ് കൊന്നേക്കുന്നത്. തേർഡ് പാർട്ടി എൻ്റെ അടുത്തുണ്ടോ, ഈ എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് ഉണ്ടായിരുന്ന ആൾ അവിടെ ഉണ്ടായിരുന്നോ, അത് നേരിൽ കണ്ടതാണോ, ഇതൊന്നും നമുക്കറിയത്തില്ല. എന്നാൽ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായെന്ന് വെച്ചാൽ അങ്ങനെ ഒരു കൊലപാതകം കൊണ്ട് എന്താണ് സംഭവിച്ചത്, എത്ര വലിയ ദുരന്തമാണ്. ആ രണ്ട് കുട്ടികളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു. ആ കുട്ടികൾക്ക് എത്രയോ കംഫർട്ടബിൾ ആയി ജീവിക്കേണ്ടതാണ്. ഇവരിപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് പോകാനിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വലിയ ശമ്പളത്തിൽ അവർ കുവൈറ്റിൽ ജോലി ചെയ്യുന്നു. ഓസ്ട്രേലിയയിൽ ഒരുപക്ഷെ കുട്ടികളുടെ വിദ്യാഭ്യാസം കുറച്ചുകൂടെ നല്ല നിലയിൽ നടത്താൻ കഴിയും എന്നുള്ളതുകൊണ്ടായിരിക്കും ഓസ്ട്രേലിയക്ക് പോകാൻ തീരുമാനിച്ചത്. ആ കുട്ടികൾ വളരെ കംഫർട്ടബിളായി ഈ ലോകത്ത് ജീവിക്കുകയും ഒരുപക്ഷെ നല്ല ഇന്റലക്ച്വലായ കുട്ടികളായി വളരുവാണ്. ഈ ലോകത്തിന് നമുക്കൊക്കെ വലിയ സംഭാവന അവരിൽ നിന്ന് കിട്ടേണ്ടതാണ്. ആ കുട്ടികളുടെ ആ ഒരു സാധ്യത എത്ര കണ്ട് കുറച്ചു ഇവരുടെ പ്രവർത്തനം എന്ന് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം, ഇവർ രണ്ടുപേരും മരിച്ചു. ഇവർക്ക് എന്ത് നേട്ടങ്ങളാണ് ഉണ്ടാക്കിയത്? ഇവർ ഈ ജീവിതത്തിൽ ഇത്രയും കാലവും നേടിയതെല്ലാം അസ്തമിച്ചു. അതെല്ലാം ഒരു ക്ഷണിക നേരത്തെ ഒരു കോപം കൊണ്ടോ പ്രശ്നം കൊണ്ടോ ഉണ്ടായത്. എന്തിനാണ് ഇത്തരം ഒരു പ്രശ്നം ഉണ്ടായത്? ഇപ്പൊ ഭാര്യ അങ്ങനെ ഒരു പ്രശ്നത്തിൽ പോയി വീണു, ഒരു മറ്റൊരാളുമായിട്ട് ഒരു ബന്ധമുണ്ട്, അല്ല ഭർത്താവിന് വേറൊരു ബന്ധമുണ്ടെന്ന് വയ്ക്കുക, സപ്പോസ് ടു ബി അങ്ങനെ സംഭവിച്ചെന്ന് വയ്ക്കുക. അവിടെ ചെയ്യേണ്ടത്, എനിക്ക് നിങ്ങളുമായി കണ്ടിന്യൂ ചെയ്ത് പോകാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത്, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് കൂടെ പോകാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് നമുക്ക് പിരിയാം എന്ന് പറഞ്ഞ് ഡീസൻ്റായി പിരിഞ്ഞ് പോകുക. അങ്ങനെ മലയാളി കുടുംബങ്ങൾ ഇവിടെ ധാരാളം പിരിഞ്ഞിട്ടുണ്ട്, അങ്ങനെ ജീവിക്കുന്നുണ്ട്, ധാരാളം മലയാളി കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ട്. പിന്നെ ഈ കുടുംബ പ്രശ്നങ്ങളുടെ ഇപ്പൊ ഇത് തന്നെയാണോ കാരണം എന്നറിയില്ല. ഇവിടെ പല കുടുംബങ്ങളിലുമുള്ള പല പ്രശ്നങ്ങളെ പറ്റി എന്നോട് ആളുകൾ പറഞ്ഞു. ഞാൻ ഒരിക്കൽ മലയാളം UK എന്ന് പറഞ്ഞ ഒരു പത്രത്തിന്റെ പരിപാടിക്ക് മധ്യ ഇംഗ്ലണ്ടിലെ ഒരു സ്ഥലത്ത്, പേര് ഞാൻ മറന്നു, അവിടെ ചെന്നപ്പം എന്നെ ഒരാൾ കൈ പിടിച്ച് പുറകോട്ട് വിളിച്ചുകൊണ്ട് വിടുന്നു, ചേട്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു എന്നാന്ന് ചോദിച്ചപ്പോൾ വിശുവായിട്ട് എനിക്ക് ചേർന്ന ഒരു 15 മിനിറ്റ് ഞാൻ പറഞ്ഞത് കേൾക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അദ്ദേഹത്തിന് ഈ 15 മിനിറ്റ് നേരം കേട്ടു. അദ്ദേഹം പറഞ്ഞ പോയിന്റ് ഇത്രേ ഉള്ളൂ, അയാളും അയാളുടെ ഭാര്യയും കൂടെ സന്തോഷമായി ഇവിടെ ജീവിക്കുകയായിരുന്നു. അയാൾ ഇവിടെ വന്ന് വീടൊക്കെ മേടിച്ച് രണ്ടുപേരും ജോലി ചെയ്ത് കംഫർട്ടബിളായി ജീവിക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ ഇയാളുടെ ഭാര്യയുടെ അനിയത്തിയും ചേർത്തിയും ഒക്കെ നിരന്തരം ഭാര്യയുമായി ഫോൺ ചെയ്ത് പരിപാടികൾ പോയി. അങ്ങനെ ഈ കുടുംബക്കാര് ആയിട്ടുള്ള ഇവയാളുടെ ആളുകളെയും ഈ സ്ത്രീയെ എന്തൊക്കെ സംസാരിച്ച് അവർക്ക് ഈ കുടുംബക്കാരുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരുപക്ഷെ അവർ നാട്ടിൽ ഹൗസ് വൈഫൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ വേറെ അവിടെ നാട്ടിലെങ്കിലും ഇരിക്കുന്ന ഒരുപാട് സമയം ഉണ്ടായിരിക്കും. ആ സമയം ഇവരെ വിളിച്ച് സംസാരിച്ച് ഇയാൾക്കെതിരായിട്ട് ഓരോ തരം ഇഞ്ചക്ഷൻസ് കുത്തിവെച്ച് അവസാനം ഈ ഫാമിലി ബ്രേക്ക് ഡൗൺ ആയി അയാൾ ഡിവോഴ്സ് ചെയ്ത് ഇപ്പോൾ അയാൾ ഒറ്റയ്ക്ക് താമസിക്കാമെന്നാണ്.
അതുപോലെ വേറൊരു സംഭവം ഈ കഴിഞ്ഞ ദിവസം തന്നെ ഒരാൾ ഓസ്ട്രേലിയയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. ഇതൊക്കെ എവിടെയെങ്കിലും പറയുമ്പോൾ ഒന്ന് പറയണമെന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയയിൽ നിന്ന് വിളിച്ചു പറഞ്ഞത് അയാളുടെ ഭാര്യയും മകനുമുണ്ട്. മകനും കൂടെ ജീവിക്കുകയായിരുന്നു. അവർ കംഫർട്ടബിളായി ജീവിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്കാണ് ഈ ഭാര്യയ്ക്ക് ഈ വീട്ടുകാരുടെയും മറ്റുള്ളവരുടെയും ഒക്കെ സ്ക്രൂവിങ്ങും ഉണ്ട്. ഇയാൾക്കെതിരായിട്ട് തിരിഞ്ഞ് അവസാനം ഇയാൾ വിളിച്ചു തന്നെ ആ ഷൈനിയുടെ സംഭവമായി ബന്ധപ്പെട്ട് ഞാൻ വീഡിയോ ചെയ്തപ്പോഴാണ് പുള്ളി പറഞ്ഞ ഷൈനിയുടെ അവസ്ഥയാണ് ചേട്ടാ എൻ്റെത്. ഞാനും ഷൈനിയെ പോലെ ഏതൊരു ട്രെയിനിന് തലവെക്കണം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക. ചിലപ്പോൾ നാളത്തെ വാർത്തകളിൽ ചിലപ്പം ഒരു മലയാളി അങ്ങനെ മരിച്ചു എന്ന് ചേട്ടൻ കേട്ടേക്കാം എന്ന് പറഞ്ഞാണ് ഇയാൾ എന്നെ ഓസ്ട്രേലിയയിൽ നിന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇയാൾ പറഞ്ഞത് ഇയാളും മകനും ഒരു സൈഡിലായി. അവസാനം ഇയാളെ അവർ പുറത്താക്കി. ഇയാളിപ്പം അവിടെ ഒരു ടാക്സി ഓടിച്ച് ജീവിക്കുന്നു. അതുപോലെ തന്നെ ടാക്സിയോ ബസ്സോ കണ്ട് ഓടിച്ച് ജീവിക്കുന്നു എന്നാണ് പറഞ്ഞത് എൻ്റെ ഓർമ്മ. അങ്ങനെ നിരന്തരം ഒട്ടേറെ കേസുകളുണ്ട്. ഈ കുടുംബക്കാരുടെ സ്ക്രൂ ഉണ്ട്. നിരന്തരം ഈ വീട്ടിൽ ഇരിക്കുന്ന സ്ത്രീകളോട് ഈ കുടുംബത്തിലെ മറ്റ് സ്ത്രീകൾ വിളിച്ച് സ്ക്രൂ ചെയ്ത് ഇവരെ ഭർത്താവിനെതിരാക്കി മാറ്റുക. അതിനുശേഷം ഇവരെ ഡൈവേഴ്സ് ചെയ്യുക, ഇവരുടെ സാമ്പത്തിക കൂറ്റി മാറ്റുക. ഇതാണ് ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പൊ ഈ അനാവശ്യമായി കുടുംബക്കാരുടെ ഇന്റർഫിയറൻസ് വരുമ്പോൾ തന്നെ ശ്രദ്ധിക്കുകയും അതിനെ പ്രതിരോധിക്കുകയും ചെയ്തില്ലെങ്കിലും അപകടമാണ്. അങ്ങനെയുള്ള സംഭവങ്ങൾ ഈ ഒട്ടേറെ ഉണ്ട് ഇവിടെ. അതുപോലെ ഈ സ്ത്രീ പുരുഷ ബന്ധങ്ങളിലുള്ള ഈ പ്രശ്നങ്ങൾ കാരണം വളരെ നന്നായി ഡൈവോഴ്സ് ചെയ്ത് ജീവിച്ചു പോകുന്ന കുട്ടികളെ വളർത്തി പോകുന്ന ഒത്തിരി ആളുകൾ ഞാൻ ഈ ലിവർപൂളിൽ നിന്ന് സംസാരിക്കുന്നത് ലിവർപൂൾ പോലും ഉണ്ട്. അപ്പോൾ അവിടെ ഇത്തരം കൊലപാതകങ്ങളിലേക്ക് പോകുകയല്ലേ മനുഷ്യന് ഒരു കോൺട്രാക്ട് എന്നുള്ള നിലയ്ക്ക് ആ കോൺട്രാക്റ്റിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമാണെങ്കിൽ ആ കോൺട്രാക്ട് ബ്രേക്ക് ചെയ്യുക. അല്ലാതെ നിങ്ങൾ ഈ മതങ്ങൾ പറയുന്ന പോലെ ഇത് എവർലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇതാണ്, സ്വർഗ്ഗലോകത്തിൽ നിങ്ങൾ ഒരുമിച്ചാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ കെട്ടിക്കഴിഞ്ഞാൽ പിരിയാൻ പാടില്ല. ഇപ്പൊ ക്രിസ്ത്യൻ ഫിലോസഫി അനുസരിച്ച് രണ്ട് ചാൻസിലേ ഉള്ളൂ ഡിവോഴ്സിന് പറ്റുള്ളൂ. ഒന്ന് ലുനാറ്റിക് ആയിരിക്കണം, അത് 7 വർഷം കഴിയണം, അല്ലെങ്കിൽ അഡൽട്ടറി ആരുടെ ഭാഗത്തെങ്കിലും പ്രൂവ് ചെയ്യണം. ഇത് രണ്ടും എളുപ്പമുള്ള കാര്യമല്ല. അഡൽട്ടറി പ്രൂവ് ചെയ്യൽ ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. അപ്പൊ അവിടെ പ്രായോഗികമായി നിയമ സംവിധാനങ്ങളുടെ കോടതികളുടെ സഹായം തേടുകയും ഡിവോഴ്സ് മേടിച്ച് ഡീസന്റായി ജീവിച്ച് കാണിക്കുക, പരസ്പരം ജീവിച്ച് കാണിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ഇപ്പൊ അവരെ കൊന്നിട്ടുള്ള കാര്യങ്ങൾ ജീവിച്ച് കാണിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ജീവിക്കുന്ന ഒട്ടേറെ ആളുകൾ ഈ ഇംഗ്ലണ്ടിലുണ്ട്. അപ്പം പല കാരണങ്ങൾ കൊണ്ട് ചോദിക്കാൻ പറ്റാത്തത്. അപ്പൊ അതുകൊണ്ട് ഇത്തരം കൊലപാതകങ്ങളിലേക്ക് പോകല. നിങ്ങൾ ഈ മതബോധത്തിൽ നിന്ന് ഇതിനെ മാറ്റി നിർത്തി കുറച്ചുകൂടി നിങ്ങൾ ജീവിക്കുന്ന യാഥാർത്ഥ്യത്തോട് ചേർന്ന് പോകാൻ ശ്രമിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. അല്ല എങ്കിൽ നിങ്ങൾ ഇതിനോട് വളരെ ലോങ് ടൈം സഫർ ചെയ്യണം, അവസാനം ഒരു വലിയ ദുരന്തത്തിലേക്കും പോകും. അപ്പൊ അതുകൊണ്ട് ഈ കാര്യങ്ങൾ ഇനി യോജിച്ചു പോകാൻ കഴിയാത്ത സാഹചര്യമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും പരസ്പരം സെപ്പറേറ്റ് ആയി ഡിവോഴ്സ് ചെയ്ത് പരസ്പരം ജീവിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഈ കുട്ടികളെ അനാഥമാക്കിയതുപോലെ, അല്ലെങ്കിൽ കുട്ടികളെ കൂടെ കൊന്ന് കാറ്ററിംഗിൽ 2 കുട്ടികളെ കൊന്നിട്ട് കണ്ടാൽ സഹിക്കില്ല. ആ കുട്ടികളുടെ ഫോട്ടോസ് കണ്ടാൽ കാറ്ററിംഗിൽ ഒരുത്തൻ ഇപ്പൊ ജയിലിൽ കിടപ്പുണ്ട്. അതില് ആലപ്പുഴക്കാരിയായിരുന്ന പെണ്ണ്, അത് വടും പാവപ്പെട്ട ഒരു കുടുംബത്തിൽപ്പെട്ടത്. അവർ പഠിച്ച് നേഴ്സായി സ്വന്തം കഴിവുകൊണ്ട് ഇവിടെ വന്ന് ആ കുടുംബവും രക്ഷപ്പെട്ട് എല്ലാം രക്ഷപ്പെടേണ്ടതാണ്. അവനതിനെ കൊന്നു, 2 കുട്ടികളെയും കൊന്നു. എത്ര നിഷ്ഠൂരം! ഇതേ സെയിം പ്രശ്നമാണെന്നാണ് പറഞ്ഞത്. ഇതുപോലെ ഉണ്ടെന്നുള്ള സംശയം കൊണ്ട്, മറ്റെന്തോ അപേക്ഷ ആ പെണ്ണുണ്ടെന്നുള്ള സംശയം കൊണ്ട് ആ പാവത്തിനെ കണ്ടാൽ തോന്നുപോലും ചെയ്യാൻ. അതുപോലെ ഒരുത്തൻ തൃശ്ശൂർകാരൻ ഒരുത്തൻ ഒന്ന്, അത് ഇവൻ തിരിച്ച് നാട്ടിൽ പോകണം, ഇവിടുത്തെ ലൈഫ് ഇവന് താല്പര്യമില്ലാന്ന് പറഞ്ഞു. ഭാര്യയ്ക്കും കുട്ടികൾക്കും പോകണ്ട, അതിന്റെ പേരിലാണ് നടക്കേണ്ടത്. ഇവിടുത്തെ മാധ്യമങ്ങൾ പറഞ്ഞ അങ്ങനെയാണ്. അപ്പൊ ഈ തരത്തിലൊക്കെയുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. വിദേശ രാജ്യങ്ങളിൽ പിന്നെ പോകുമ്പോൾ ഈ ന്യൂക്ലിയസ് ഫാമിലി ആയതുകൊണ്ട് ഇത് ഷെയർ ചെയ്യാനും ഒന്നും ആളുമില്ല. പിന്നെ ഷെയർ ചെയ്താൽ പോലും നമ്മളെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയുള്ള സുഹൃത്തുക്കളായിരിക്കും കൂടുന്നത്. അത് 10 ചെവിയിലേക്ക് പറഞ്ഞ് നാണം കെടുത്തും എന്നുള്ളതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത്ര വിശ്വസ്തരായ സുഹൃത്തുക്കളോട് പോലും ഷെയർ ചെയ്യാൻ ആളുകൾ തയ്യാറാകുകയില്ല. ഇത്തരം സാഹചര്യങ്ങളൊക്കെ. അപ്പൊ ഇവിടെ നമ്മൾ കാണേണ്ടത്, ഞാൻ പറഞ്ഞ ഈ മതാധിഷ്ഠിത ബോധത്തിൽ നിന്ന് മാറി നിന്ന് നമ്മൾ കുറച്ചുകൂടെ പ്രായോഗിക ജീവിതത്തിലേക്ക് മാറുകയും രാജ്യത്തിന്റെ നിയമങ്ങളും നിയമവ്യവസ്ഥയും നമ്മൾ ഉപയോഗിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഡിവോഴ്സ് ആവശ്യമുണ്ടെങ്കിൽ ഡിവോഴ്സ് എന്നൊരു മോശം കാര്യമൊന്നുമല്ലത്. ഇപ്പൊ ഈ കാണത്തേക്ക് മോശം കാര്യത്തെക്കാളും മോശമാണോ ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ? ഡിവോഴ്സ് ചെയ്തിട്ട് ഡീസന്റായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ നടന്ന സംഭവത്തിൽ ഈ കടുത്തറുത്ത് വന്ന ഈ സംഭവത്തെക്കാളും എത്രയോ ഭേദമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു മോശം കാര്യമാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ജീവിക്കാൻ നിവൃത്തിയില്ലാവുന്ന ഡിവോഴ്സ് ചെയ്യുക, നമ്മൾ കംഫർട്ടബിളായി നമ്മുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുക, ജീവൻ നിലനിർത്തുക എന്നുള്ളതാണ് ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യം. അപ്പൊ അതുകൊണ്ട് ഇത്തരം വരുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ സ്വതന്ത്രമായി ചിന്തിക്കുകയും കുറച്ചുകൂടെ ഈ നമ്മുടെ ഒരു കുട്ടികളാണെങ്കിലും അതുപോലെ ഭാര്യയാണെങ്കിലും
എൻ്റെ പ്രോപ്പർട്ടി അല്ല, അത് നമ്മൾ ഈ അതിജീവനത്തിന് വേണ്ടി, സർവൈവലിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്നുള്ള ഒരു തിരിച്ചറിവുണ്ടാകുക. കുട്ടികളോടാണെങ്കിലും 18 വയസ്സ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെ സ്വതന്ത്രമായി നിർത്തിക്കൊണ്ട് അവരെയും കൂടെ നമ്മളെപ്പോലെ തന്നെ ഈക്വൽ വ്യക്തിയായി കണ്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അപകടകരമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ കുട്ടികളിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്നവരെ മലയാളികൾ പൊതുവെ. കാരണം കുട്ടികളെല്ലാം, എൻ്റെ പിള്ളേരെല്ലാം വലിയ സംഭവമായി മാറണം എന്ന് ചിന്തിക്കുന്നവരാണ്. അങ്ങനെ ചിന്തിക്കാം, പക്ഷെ അതിന് വേണ്ടി അവരെ സമ്മർദ്ദത്തിലാക്കുകയും പ്രശ്നത്തിലാക്കുകയും ചെയ്താൽ അതും അപകടകരമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക, ഫണ്ടമെന്റലായി അവർ എൻ്റെ പ്രോപ്പർട്ടി അല്ല, ഈ ഫാമിലിയിലെ അംഗങ്ങൾ എൻ്റെ പ്രോപ്പർട്ടി അല്ല. അവര് ഓരോ ഇൻഡിവിജ്വലാണ്. അവർക്ക് ആ ഇൻഡിവിജ്വലിന്റെ വികാരങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ അവരുടെ ഇമോഷൻസ് ഉണ്ട് എന്ന് തിരിച്ചറിയുക. അല്ലാതെ ഈ കുടുംബത്തിന്റെ തലവൻ നാഥൻ ഞാനാണ്, എൻ്റെ കമാൻഡിൽ നിൽക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന സംസ്കാരം അത് മതാധിഷ്ഠിത ബോധത്തിൽ നിന്നുള്ളതാണ്. അത് പ്രായോഗികമല്ല എന്ന് ഈ വിദേശങ്ങളിലേക്ക് കുടിയേറിയ ആളുകൾ എങ്കിലും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. താങ്ക് യു. ടോം ജോസ് റീമ്പാട്.